ഇതാണ് അടുത്തത് SCR ഇതല്ല SCRാണ് അവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കണ്ട ഒരു സൈഡിലൊരു കട്ടിങ് ഉണ്ടാവും, ആ കട്ടിങ്ങുള്ള സൈഡാണ് ഗേറ്റ് ചെരിഞ്ഞിരിക്കുന്നത് കണ്ട. പിന്നത്തെ 3 കാലാണുള്ളത്. ഒന്നാമത്തെ കാല് കാഥോഡ്, രണ്ടാമത്തെ ആനോഡ് ഗേറ്റ്. പക്ഷേ നമ്മൾ ഇതിൽ സർക്യൂട്ട് ചെയ്യുമ്പോൾ ആനോഡാണ് മുകളിൽ വെക്കേണ്ടത്, കാഥോഡ് താഴെ വെക്കേണ്ടത്. അപ്പോൾ അതാണ് പോസിറ്റീവ് കൊടുക്കാനുള്ളത് 2-ലാണ്, രണ്ടാമത്തെ കാലിലാണ്. നെഗറ്റീവ് കൊടുക്കാനുള്ളത് 1-ാമത്തെ കാലിലാണ്. ഗേറ്റ് എടുത്തിട്ട് 3-ാമത്തെ കാല്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, ട്രയാക്ക് ചെയ്തതേപോലെ തന്നെയാണ്. ഇതിൻ്റെ ആനോഡിനും കാഥോഡിനും ക്രോസ് വോൾട്ട് മീറ്ററിൻ്റെ കൊടുക്കും. പോസിറ്റീവ് മുകളിലും നെഗറ്റീവ് താഴെ. ആനോഡിൻ്റെ അവിടെയാണ് പോസിറ്റീവ് വരാം. ഇതിൻ്റെ ആണെങ്കിൽ പവർ സപ്ലൈ കയറി വരുന്ന സൈഡ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് മില്ലിയാമീറ്ററിൻ്റെ. പിന്നെ അതിൻ്റെ VIക്കാര നേരത്തെ അത് ചെയ്തപോലെ അതേ പ്രൊസീജിയറിൽ തന്നെയാണ് എടുക്കാനായിട്ട്. നമുക്ക് എത്ര വോൾട്ടേജിൽ വേണമെങ്കിലും ട്രിഗർ ചെയ്യിക്കാം. ഇതിന് ഫോർവേഡ് ബയാസിൽ മറ്റേതിൻ്റെ പോലെ ട്രയാക്കിൻ്റെക്കും പോലെ റിവേഴ്സ് ബയാസിൽ അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഫോർവേഡ് ബയാസിൽ നമുക്ക് ഇഷ്ടമുള്ള ട്രിഗർ ചെയ്യാം. 5-ൽ വേണമെങ്കിൽ ചെയ്യാം, 10-ൽ വേണമെങ്കിൽ ചെയ്യാം, 15-ൽ വേണമെങ്കിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5-ലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5-ൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മെയിൻ പവർ സപ്ലൈ ആനോഡിനും കാഥോഡിനും ക്രോസുള്ള സപ്ലൈ 5 വോൾട്ടേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആണ് ട്രിഗർ നമ്മൾ ചെയ്യാം. അതാണ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ട്രിഗർ മാറ്റി കഴിഞ്ഞാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ലാച്ചിങ് കറണ്ട് ഹോൾഡിങ് കറണ്ട് കണ്ടുപിടിക്കും. ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ആദ്യം 5 വോൾട്ടേജ് മെയിൻ പവർ സപ്ലൈയിൽ 5 വോൾട്ടേജ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. 5 വോൾട്ടേജ് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ കണ്ടോ വെള്ള മൾട്ടിമീറ്ററിൽ 5 വോൾട്ടേജ് അതേപോലെ തന്നെ കയറി വരും. കറണ്ടേ ഇല്ല. പിന്നെ നമുക്ക് ട്രിഗർ ചെയ്യണം. ട്രിഗർ ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ട്രിഗർ ആദ്യം കൊടുക്കണം. ട്രിഗർ ഒന്നുകിൽ അവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ തിരിച്ച് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ട്രിഗർ സെപ്പറേറ്റ് കൊടുത്താലും മതി. ഇപ്പോൾ ട്രിഗർ നമ്മൾ മാറ്റി വെച്ചേക്കാൻ വിചാരിക്കുക. ഇപ്പോൾ ഒരു ട്രിഗറിനുള്ളൊരു വോൾട്ടേജ് ഒരു 5 വോൾട്ടേജ് ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ട് 5 വേണമെന്നില്ല, ഇത്രയെങ്കിലും ഇപ്പോൾ ട്രിഗർ വോൾട്ടേജ് കൊടുത്തു. ഞാനിപ്പോൾ ഒരു 3 വോൾട്ടേജ് കൊടുത്തു. സെറ്റ് ചെയ്തിട്ട് ഇവിടെ ട്രിഗറിൽ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ട്രിഗറിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ 4 mA. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറി. അപ്പോൾ ആദ്യം 0 to 5 വോൾട്ടേജ് വരെ നമുക്ക് കിട്ടിയത് 0 mA ആയിരുന്നു. പിന്നെ നമ്മളിപ്പോൾ 5 വോൾട്ടേജ് ഇപ്പോൾ 4.5 വോൾട്ടേജ് കൊടുത്തു. 5 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നേരെ ഇപ്പോൾ കിട്ടിയത് 0.8 വോൾട്ടേജും ഇവിടെ കിട്ടിയത് 4.08. അത് കഴിയുമ്പോൾ ട്രിഗർ വേണ്ട, ട്രിഗർ അഴിച്ച് മാറ്റാം. ട്രിഗർ അഴിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിന് ഇനി കറണ്ട് വേരി ചെയ്തിട്ട് അതിൻ്റെ ഗ്രാഫ് റീഡിങ് എടുത്താൽ മതി. 10 mA വരെ എടുക്കുക, 10 mA വരെ എല്ലാ റീഡിങ് എടുക്കുക. 5 mA, 6 mA, 7 mA അങ്ങനെ റീഡിങ് എടുത്തിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 7.3 mA ഇവിടെ കൊടുത്തപ്പോൾ 0.9 നമുക്കിവിടെ കിട്ടിയത് 7.31 കിട്ടി. കുറച്ചും കൂടി കൂട്ടി 10 mA ഒരു റീഡിങ് എടുക്കാം. ഇപ്പോൾ 10 mA 10.7 mA 10.7 mA കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ വോൾട്ടേജ് 0.9 വോൾട്ടേജ്. ഇനി ഇത് ഓഫാവുന്ന പോയിൻ്റ് കണ്ടുപിടിക്കണം. ഓഫാവുന്ന പോയിൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നേരത്തെ പോലെ തന്നെ ട്രാക്കിൻ്റെ പോലെ തന്നെ കുറച്ച് കൊണ്ടുവരാം. 2 mA അടുത്ത് എത്തുമ്പോൾ ഓഫാവും. ഗേറ്റ് ഓഫ് ആണെങ്കിൽ മാത്രം നടക്കുള്ളൂ. കേട്ടോ, ഗേറ്റ് ഇപ്പോൾ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് 3-ൽ ഓഫായില്ല. 0.8-ൽ 3, 2. ഇപ്പോൾ 0.8-ൽ 2 mA ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി വീണ്ടും കുറച്ച് കൊണ്ടുവന്ന് 0.9-ൽ ഓഫായില്ല, 0.4-ൽ ഓഫായില്ല, 0.2-ൽ ഓഫായില്ല. ഓക്കെ, 0.2-ലൊക്കെ ഓഫായി. അപ്പോൾ ഒന്നുകൂടി നോക്കണം. അപ്പോൾ അത് ഒന്നുകൂടി ട്രിഗർ ചെയ്ത് റീഡിങ് ശരിയായില്ലെങ്കിൽ ഒന്നുകൂടി ചെയ്യും. ഇതിലാണ് കറക്റ്റ് ഓഫായി പോയി നോക്കാം. 5, 4, 1.31. ഓക്കെ, 0.93 ഇപ്പോൾ ഓഫായിപ്പോയി. അല്ല, അതിനേക്കാളും കുറച്ചുകൂടി താഴെയാണ് ഓഫായിപ്പോയത്. ഏകദേശം ഒരു 1 mA നമുക്കിവിടെ മറ്റേ വോൾട്ടേജ് കൂടുതൽ കിട്ടി. ഒരു 1 mA ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഓഫായി. പിന്നെ നമ്മളിനി കൂട്ടിയാലും കുറച്ചാലും നമുക്ക് ആ കൂടിയ വോൾട്ടേജിനെ കിട്ടുള്ളൂ. 1 mA ആയിരുന്നപ്പോൾ നമ്മൾ റീഡിങ് എടുക്കാം. ഇതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ മതി. 1 mA റീഡിങ് ഒന്നുകൂടി എടുക്കണം. ഓക്കെ, 0.7
97.2 ഒരു 0.3 എന്തെങ്കിലും എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ഇതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. പിന്നെ തിരിച്ച് ആദ്യം ലാച്ച് ചെയ്യുന്ന പോയിൻ്റ് എടുക്കുക, പിന്നെ ഏറ്റവും മുകളിലേക്കുള്ള പോയിൻ്റ് എടുത്ത് 10 മില്ലി ആമ്പിയർ വരെ എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് ഓഫ് ആവുന്ന പോയിൻ്റ് എടുക്കും. ഇത് ഹോൾഡിംഗ് കറണ്ട്, ഇത് ലാച്ചിങ് കറണ്ട്. ഹോൾഡിംഗ് കറണ്ടും ഇത് ലാച്ചിങ് കറണ്ടും കിട്ടി. ഇത് 5 വോൾട്ടേജിൻ്റെ അടുത്ത സാധനം കൊണ്ടാണ്. 10-ൻ്റെ വേണമെങ്കിൽ എടുക്കാം, 15-ൻ്റെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ പല ഇതിൽ നമുക്ക് തന്നെ ഓൺ ചെയ്യിക്കും. റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്താലും ഓൺ ആവില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ സപ്ലൈ പോസിറ്റീവായിട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 0 തന്നെയായിരിക്കും, ഇങ്ങോട്ട് കിട്ടും. വെരി ഹൈ വാല്യൂ ആകുമ്പോൾ ഇത് ബ്രേക്ക് ഡൗൺ ആവുക ചെയ്യുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല.